സിനിമയാണ് ഓടും കുതിര ചാടും കുതിര. 17ാമത്തെ സിനിമയാണ്. സോ ആസ് എ പ്രൊഡ്യൂസർ എന്താണ് ഈ ഒരു സിനിമയെ കുറിച്ച് പറയാനായിട്ടുള്ളത്? ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. കാരണം 2 വർഷം മുമ്പാണ് ഞാൻ ജോ ആൻഡ് ജോ എന്ന സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അരുൺ ഡി ജോസ് എന്ന സംവിധായകൻ ഒരു സിനിമ ചെയ്യണം എന്നുള്ളത്. അത് എൻ്റെയും അരുണിൻ്റെയും ഒരു കോമൺ ഫ്രണ്ട് ബിനു പപ്പു. ബിനുവാണ് എന്നെ ഒരു ദിവസം വിളിച്ചിട്ടിങ്ങനെ അളിയ ഒരു കഥ പറയണം അരുൺ എന്ന് പറയുന്നത്. സോ അപ്പം തന്നെ ഞാൻ ഈ സിനിമ മനസ്സുകൊണ്ട് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കഥയും കൂടി കേട്ടപ്പോൾ ഒരു രക്ഷയില്ല, പൊളിയാണ് ഇത്. എന്തായാലും പിന്നെ എനിക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം യുവതലമുറയിലുള്ള എല്ലാ ആളുകളും ഈ സിനിമയിലുണ്ട്. അർജുൻ, മാത്യു, സംഗീത്, ശ്യാം, മഹിമ, പിന്നെ നമ്മുടെ സ്വന്തം ഷാജോൻ ചേട്ടൻ, ഇവരെല്ലാവരായിട്ടും വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര രസമായിരുന്നു. സോ February 14th ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റൊമാൻസ് റിലീസ് ചെയ്യും. എന്തായാലും നിങ്ങൾക്കൊരു നല്ല എൻ്റർടൈനർ ആയിരിക്കും ഈ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറ് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ പുതിയ സിനിമകളെല്ലാം യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. റൊമാൻസ് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് ചെറിയൊരു പോസ്റ്റർ കിട്ടിയായിരുന്നു, ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഓഫ് ദ മൂവി തന്തമൈബ്. അപ്പം ആ ഒരു സിനിമയെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ സാർ? തന്തമൈബ് മൂസൻ പാരാനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. മൂസൻ അയാൾ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ടൊവിനോ മാത്രമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സും ഉണ്ട്. അത് ഈ വർഷം ഷൂട്ട് തുടങ്ങാനുള്ള പ്ലാനിലാണ്. അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയാണ് ഓടും കുതിര ചാടും കുതിര, ഫഹദ് ഫാസിലിന്റെ. ആ സിനിമയെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് പറ്റുമെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല, അത് കുതിര ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഓടുകയാണ്. ഇപ്പോഴും ബാംഗ്ലൂരിൽ ഏകദേശം 90 ദിവസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും ഒരു 19 ദിവസം കൂടി ഉണ്ട്. May 16th അത് റിലീസ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്.